വെൽക്കം ബാക്ക് ജോക്കർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഒരു കണ്ടൻറ് ക്രിയേറ്റർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു മൈക്കിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, ഒരു മൈക്ക് ഹോളിലാൻഡ് M2 ലാർക്ക് M2 എന്ന് പറയും, അതിൻ്റെ റിവ്യൂ ആണ്. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, എനിക്കൊരു പ്രോത്സാഹനമാവുള്ളൂ. എനർജി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ ഇന്ധനമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വളരെ നിർബന്ധമാണ്. നിങ്ങൾക്ക് വേറെ കാശിലവൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു കോണ്ടൻറ് ക്രിയേറ്റർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഫോൺ, മൈക്ക്, ട്രൈപോഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു മൈക്ക്. നമുക്ക് DJ-യുടെ ഒക്കെ ഒരുപാട് മൈക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഉള്ള ഒരുവിധപ്പെട്ട ആൾക്കാരുടെ കയ്യിലും ബിഗിനർ മാത്രമല്ല, കുറച്ച് അത്യാവശ്യം പ്രോ ആയിട്ടുള്ള ആൾക്കാരടക്കം യൂസ് ചെയ്യുന്ന മൈക്കാണ് ഹോളിലാൻഡ് ലാർക്ക് M2. ഞാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് തൊട്ട് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഏതെടുക്കണം എന്നുള്ളത് നോക്കി ഞാൻ DJ-യുടെ മൈക്കാണ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ബാക്കി എല്ലാവരെയും ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഇത് ഇങ്ങനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കിടക്കുന്നു. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഷസാമിൻ്റെ ഒക്കെ വീഡിയോ കണ്ട് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായില്ല. കാരണം വെച്ചാൽ DJ ആണ് ഞാൻ കുറച്ചുകൂടി വിശ്വാസമായിട്ട് ഇങ്ങനെ നിന്നിരുന്ന മനസ്സിൽ. കാരണം വെച്ചാൽ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ പോലെ. എനിക്ക് ഹോളിലാൻഡ് സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു ബ്രാൻഡിൻ്റെ കാര്യമൊന്നും. പക്ഷേ ഞാൻ എല്ലാവരും വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് പേളി, മാണി ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ഈ മൈക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ മൈക്കാണെന്ന് കണ്ടപ്പോൾ ഞാൻ പോയി സെർച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് 400 സംതിങ് എന്തോ ആയുള്ളൂ എനിക്ക് ഈ മൈക്ക് വാങ്ങാനായിട്ട്. അത്രയും ഇതുള്ളൂ. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു 11,000 രൂപ ആ ഒരു റേഞ്ച് വരുള്ളൂ. എനിക്ക് കുറച്ച് ഓഫറിൽ കിട്ടിയതാണ്. കാർഡിൻ്റെ ഓഫർ കിട്ടിയപ്പോഴാണ് 400 സംതിങ് കിട്ടിയത്. അല്ലാണ്ട് 550 അങ്ങനെ എന്തോ റേഞ്ചാണ് തോന്നുന്നു. നിങ്ങൾക്ക് ജൂണിൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ മാക്ബുക്ക് M1 Pro എടുത്തപ്പോഴും കണ്ണും പൂട്ടി വാങ്ങാമെന്ന് പറഞ്ഞ പോലെ തന്നെ 200% ഗ്യാരണ്ടി ഉള്ള റേറ്റാണ്. കണ്ണടച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. എനിക്ക് അത്രയും പെർഫെക്റ്റാണ്. അതുമാത്രമല്ല യൂസർ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതിൽ നമുക്ക് 2 മൈക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ് ഇതൊക്കെ. ഓക്കെ, DJ-യുടെ പോലെ ഇങ്ങനെ കയറ്റി വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ. അതായത് ഒരു ബട്ടൺ, ഒരു വലിയ ബട്ടൺ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുള്ളൂ. ഓക്കെ, ഇരിക്കുന്നുണ്ടോ? ഇനി നേരെ മറിച്ച് നിങ്ങൾക്കിത് കയറുന്നില്ലല്ലോ പുല്ല്. നിങ്ങൾക്കിത് തിരിച്ച് വയ്ക്കണമെങ്കിൽ, കുറച്ചുകൂടി എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഈ പോർഷനെ കാണുള്ളൂ. ഇത് അതിനേക്കാൾ വലിയ ബട്ടണാണ്. ഇത് ഇതിൻ്റെ മാഗ്നറ്റിക്കാണ്. ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പക്ഷേ കുറച്ചുകൂടി വോയിസ് ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് വെച്ചിട്ടുള്ള മൈക്ക്. അല്ലെങ്കിൽ അകത്ത് വെച്ചിട്ട് ആ ബട്ടൺ, മാഗ്നറ്റിക് ബട്ടൺ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ശ്രദ്ധിക്കുക പോലുമില്ല ഇതിങ്ങനൊരു മൈക്ക് അവിടെ ഉള്ള കാര്യം. അത് ഭയങ്കര എളുപ്പമാണ്. അതുപോലെ ഇതിൻ്റെ റിസീവർ എന്ന് പറഞ്ഞാണ്ടല്ലോ, DJ-യുടെ റിസീവറൊക്കെ ഭയങ്കര വലുതാണ്. ഇത് നോക്ക്, ഇതിപ്പോൾ ഐഫോണിൻ്റെ റിസീവറാണ്. ഓക്കെ, ഐഫോണിൻ്റെ ഇങ്ങനത്തെ ലൈറ്റനിങ് ഐഫോണിൻ്റെ റിസീവറാണ്. ഇത് ജസ്റ്റ് ഫോണിൽ കുത്തി വെച്ചാൽ മാത്രമേ, നമ്മൾ അതിൻ്റെ അടിയിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പിന്നെ ഉള്ള 2 ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു C ടൈപ്പും ലൈറ്റനിങ് ടൈപ്പും. ഞാനിപ്പോൾ ഈ C ടൈപ്പ് ഞാനിപ്പോൾ എൻ്റെ 16 Pro Max ആണ് അതിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇതും എടുത്ത് വയ്ക്കാം, അത്രയേ ഉള്ളൂ. അതുപോലെ ഇത് കണ്ടോ, ഗ്രീൻ കത്തുന്നുണ്ടോ? ഗ്രീൻ കത്തുമ്പോഴാണത് നോയ്സ് ക്യാൻസലേഷൻ ആവുന്നത്. നോയ്സ് ക്യാൻസലേഷനൊക്കെ അപാരമാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇതിപ്പോൾ നമ്മൾ മൈക്കിലാണ് സംസാരിക്കുന്നത്, ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ മൈക്കിലാണ്. മൈക്കിലല്ലാതെ നോർമൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെ നോർമൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ക്ലാരിറ്റി സൗണ്ട് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. ഇപ്പോൾ മറ്റേതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളത് അതിന് മനസ്സിലാവുണ്ടാവും. ഓക്കെ, ഇത് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ 16 Pro Max ആണ്. ഓക്കെ, 16 Pro Maxലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്ലാരിറ്റിയാണ് ഈ കാണുന്നത് മൈക്കിൻ്റെ. ഓക്കെ, ആ മൈക്ക് നമ്മൾ M2 ഹോളിലാൻഡ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ ഇതിൽ വരുന്നത് ഈ ഒരു മൈക്ക് നിങ്ങൾ കണ്ടല്ലോ, രണ്ടാമത്തെ മൈക്കും കണ്ടു. റിസീവർ ബോക്സിൽ വരുന്നുണ്ട്, ലൈറ്റനിങ്ങിൻ്റെയും
സി ടൈപ്പിൻ്റെയും റിസീവർ ബോക്സിൽ വരുന്നുണ്ട്. ഇതുപോലെ ഇത് നമ്മൾ ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയ വയറുണ്ടാവും. ഇത് ക്യാമറയുടെ മുകളിൽ കണക്ട് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ വോയിസ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇത് ക്യാമറയിലുണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷനും നമുക്ക് ഈ ഒരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓപ്ഷനും കിട്ടും. ഓക്കെ, നമുക്ക് വേറൊരു കാര്യത്തെപ്പറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല. കേസ് ഉണ്ട്. കേസിലൊരു ബാറ്ററിയുടെ കാണുന്നുണ്ടോ, ഇതാണ് ഈ ബാറ്ററിയുടെ ചാർജ് ലെവലൊക്കെ കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൊള്ളുന്നുണ്ട്, പക്ഷേ റിസീവർ നമ്മൾ കൈ കൊണ്ട് നടക്കണം. ഈ ബോക്സിൽ നമുക്ക് ഈ റിസീവർ ഈ ബോക്സിൻ്റെ അകത്താണ് ഈ റിസീവർ ഇരിക്കുന്നത്. പക്ഷേ ഈ ചെറിയ റിസീവറിനും ഒരു കേസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം വയ്ക്കാനുള്ളത്. നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ ലൈറ്റനിങ്ങോ അല്ലെങ്കിൽ സി ടൈപ്പ് അല്ലേ ഉപയോഗിക്കുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഞാനിപ്പോൾ ഇതും കൊണ്ട് നടക്കും, ആ റിസീവർ അതിൽ ഫോണിൽ കണക്ട് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ പോക്കറ്റിലിട്ട് നടക്കും. പക്ഷേ അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എപ്പോഴും ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ആ റിസീവറും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് മാത്രം നമുക്ക് കൊണ്ടുനടന്നാൽ മതി. അത് മാത്രമേ ഞാൻ ഇതിലൊരു നെഗറ്റീവ് ഉള്ളൂ. ബാറ്ററി ബാക്കപ്പ് ഒക്കെ പക്കയാണ്. റിസീവറിന് നമുക്കൊന്ന് ചാർജ് ചെയ്യണം, പക്ഷേ അത് വളരെ റെയറായിട്ട് ചാർജ് ചെയ്താൽ മതി. അതിൽ തന്നെ അതിൻ്റെ ചാർജിങ് സ്പോട്ട് ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് സി ടൈപ്പ് ചാർജിങ് സ്പോട്ടാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷേ സി ടൈപ്പ് ചാർജിങ് സ്പോട്ടാണ്. ഇതിൽ ചാർജ് ചെയ്യണം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാനാണോ എന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇതിൽ ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്യുന്നത് തന്നെയാണ് സത്യത്തിൽ. ഇതിൻ്റെ ബാറ്ററിയൊക്കെ വളരെ ചെറുതായിരിക്കും. കാരണം വെച്ചാൽ അത്രയും ആവശ്യം വരുന്നുള്ളൂ. എനിക്ക് ഡയറക്റ്റ് ചാർജ് ഫോണിൽ നിന്ന് എടുക്കുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഈ രണ്ട് റിസീവറിലും ഈ സി ടൈപ്പ് പോർട്ട് ഉണ്ട്. പക്ഷേ വളരെ എളുപ്പമാണ്. നമുക്കിനി ഈ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. അതൊക്കെ എന്തൊക്കെ കാർഡും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിക്കറാണ് ഇതിങ്ങനെ ഹോളിലാൻഡിൻ്റെ ബട്ടൺ ആരെങ്കിലും കാണാൻ വലിയ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അത് ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ ബ്ലാക്ക് വൈറ്റ് സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്. വെള്ള ഡ്രസ്സാണെങ്കിൽ ഇതങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൈക്ക് ഇരിക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്ക് അത് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇരിക്കുമ്പോൾ അത് അങ്ങനെ ഒരു മൈക്ക് അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ള കാര്യം. ആ സ്റ്റിക്കർ എന്തായാലും നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കാർഡുകളൊക്കെയാണ് ഇതുള്ളത്. പിന്നെ കുറച്ച് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട് ഒരു ബാഗിലാക്കിയിട്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ഇത് മറ്റേ സ്പോഞ്ചാണ്. ആ മൈക്ക് ഉണ്ടല്ലോ, മൈക്കിലെ മറ്റേ വിൻഡ് പിടിക്കാണ്ടിരിക്കാനായിട്ടുള്ളൊരു പൂട വയ്ക്കില്ലേ, അതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊന്നും ഞാൻ പൊട്ടിച്ചില്ല. ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അതാണിത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം മൈക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല, കാണാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ. കേട്ടോ, ഇത്രയും ചെറിയ മൈക്കാണ്. ഇതിൻ്റെ ഉള്ളിലിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബോൾ പിടിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഇതിൽ മൈക്ക് ഉണ്ടോ ഇല്ലയോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നൈസ്, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ വളരെ കാര്യം ബീച്ചിലൊക്കെ പോയി വീഡിയോ എടുക്കുന്നവർക്ക് ഇത് അത്യാവശ്യമാണ്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോൾ പോലെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ല. കാരണം ഇതൊരു എലാസ്റ്റിക് പരിപാടിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ്. പിന്നെ ഒരു മാല കൊടുത്തിട്ടുണ്ട്. ഈ മാല നമുക്ക് വേണമെങ്കിൽ കഴുത്തിൽ കണ്ടോ, ഈ മാല നമുക്ക് ഇത് കുറച്ച് ഞാൻ എടുത്തിട്ടില്ല. ഇതൊന്നും കഴിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കഴുത്തിൽ കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിവിടെ ഈ മൈക്കിൻ്റെ അവിടെ ഇത് മാഗ്നറ്റിക്കാണ്. ഇത് നേരെ കൊണ്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. കണ്ടോ, സുഖമായിട്ട് അവിടെ ഇരുന്നോളൂ. നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകാം. നൈസായിട്ട് ഇതൊരു ഫ്രീക്ക് മാല വേണ്ട. അങ്ങനെ ഓവറായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു വൃത്തികേടായിട്ടും തോന്നുന്നില്ല. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തുകൊണ്ടും മൈക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഞാനിപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മൈക്കിലേക്ക് എൻ്റെ സൗണ്ട് പോകുന്നത്. സത്യത്തിൽ എൻ്റെ സൗണ്ടിന് കുറച്ചും കൂടി സോഫ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിൻ്റെ എക്കോ അടിച്ചിട്ടാണ് ആ സൗണ്ട് അതേപോലെ തന്നെ റെക്കോർഡാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മാസ്കും കൂടി ഊരിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പക്ക ക്ലാരിറ്റി, നമ്മളെ സൗണ്ടിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു വേരിയേഷൻ വരെ അത് കളക്ട് ചെയ്തെടുക്കും. ഞാനെനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ മൈക്ക്. അതുമാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ മീഡിയക്കാരുടെ കയ്യിലും ഈ സോഷ്യൽ മീഡിയയിലത്തെ കുറേ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ഒരുപാട് പേജുകളുണ്ടല്ലോ,
അവരുടെ കയ്യിലൊക്കെ ഈ മൈക്കാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ബ്രാൻഡ് വാല്യൂ സത്യത്തിൽ പറഞ്ഞാൽ ഓൺലൈനിൽ നല്ല ബ്രാൻഡ് വാല്യൂ ആണ്, പക്ഷേ എനിക്കറിയില്ലായിരുന്നു എന്നുള്ളൂ. പക്ഷേ ഞാൻ ഡി ജെ തന്നെ എടുക്കണം എന്നുള്ള മൈൻഡിലാണ് നടന്നത്. പക്ഷേ ഒരിക്കലും അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട, നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. അതുപോലെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നൊരു ക്യാമറയുണ്ട്, ഓസ്മോ പോക്കറ്റ് 3. അതിലും നമുക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്കുണ്ട് ഓസ്മോ പോക്കറ്റ് 3 എടുക്കണം എന്നുള്ളത്. ഞാൻ ഈ അധികം വൈകാതെ എടുക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഞാൻ ആ ക്യാമറ എടുക്കുകയും ചെയ്യും. അതിലും നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഈ മൈക്ക് യൂസ് ചെയ്യാതെ നോർമൽ മൈക്കിലെടുത്തപ്പോൾ അല്ലെങ്കിൽ നോർമൽ ഫോണിൽ റെക്കോർഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ ഇത് അത്രയും ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 10,000 11,000 റേഞ്ചിൽ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. ഇവിടെ ന്യൂണിൽ, ദുബായിൽ ഞാൻ വാങ്ങിച്ച ന്യൂണിലാണെന്ന് പറഞ്ഞില്ലേ, ന്യൂണിലാണ് കിട്ടുക. ഞാൻ 462 ദിറംസ് അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിച്ചത്. അതെനിക്ക് കാർഡ് ഓഫർ കിട്ടിയാണ്. നോർമലി 550 560 ദിറംസാണ് ഹോളി ലാൻഡ് മൈക്ക് 2-ന്. അപ്പോൾ ധൈര്യമായിട്ട് ഈ ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാം, ഹോളി ലാൻഡ് ലാർക്ക് M2. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ വിധ കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ കാറ്റലോഗ് ഒന്നും നോക്കേണ്ടി വരില്ല. കാരണം വെച്ചാൽ അത്രയും സിമ്പിളാണ് ഇതിൻ്റെ കാര്യങ്ങളും കണക്ട് ചെയ്യാനും പരിപാടികളൊക്കെ ഒന്നുമില്ല. ജസ്റ്റ് ഇതിൽ ബട്ടൺ അമുക്കുമ്പോഴാണ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു കാര്യങ്ങളുമില്ല. പെർഫെക്റ്റാണ്, ധൈര്യമായിട്ട് വാങ്ങിച്ചോ.